ഹായ്, വീണ്ടും സൗദി പ്രവാസികൾക്ക് ഉപകാരമാകുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത ഒരു വീഡിയോയുടെ കണ്ടിന്യൂറ്റി തന്നെയാണ്, അതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അതായത് ഒരു മാസം മുൻപ് നമ്മൾ ചെയ്തൊരു വീഡിയോ ആയിരുന്നു Stc Pay എന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വീഡിയോ. അപ്പോൾ നിരവധി ആളുകൾ ആ വീഡിയോ കണ്ടു, നല്ല റെസ്പോൺസ് ലഭിച്ച വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ഈ ആപ്പിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, മറ്റുള്ള കാര്യങ്ങൾ ആ ആപ്പിനെ കുറിച്ച് മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ആ വീഡിയോ ഒന്ന് കാണുക. ഇവിടെ മേളിൽ ഐക്കണിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ വീഡിയോ കാണുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്, പല ആളുകൾക്കും അതിനുള്ളൊരു സംശയമായിരുന്നു ഇതിലേക്ക് ക്യാഷ് ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ സെൻഡ് ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ കാര്യം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മറ്റുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഇതിലേക്ക് എങ്ങനെ ക്യാഷ് ആഡ് ചെയ്യാം, അതിനുശേഷം നാട്ടിലേക്ക് എങ്ങനെ സെൻഡ് ചെയ്യാമെന്നാണ് കാണുന്നത്. അപ്പോൾ തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ Stc Pay ഒന്ന് ഓപ്പൺ ചെയ്യാണ്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ലോഗിൻ ചെയ്യാണ്. ലോഗിൻ ചെയ്യുന്നു. ഫിംഗറുള്ള ഫോണിൽ നമുക്ക് ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ ആപ്പിൽ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ചില അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ സെൻഡ് മണി, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ എന്നുള്ളത് രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത്. ആദ്യം നാലാമത്തെ ഓപ്ഷനായിരുന്നു ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മളെ ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ താഴെയായിട്ട് കാണാം. എമൗണ്ട് എന്നുള്ളിടത്ത് ഇപ്പം ഞാനിവിടെ ഓൾറെഡി എമൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് 6000. അപ്പം നമ്മളിവിടെ നോക്കുന്നത് എമൗണ്ട് ആഡ് ചെയ്യുന്നതും സെൻഡ് ചെയ്യുന്നതാണ്. പല ആളുകളും സംശയം ഇതിനെക്കുറിച്ചാണ്, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആഡ് മണി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ 4 മെത്തേഡ്സിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അറബ് നാഷണൽ ബാങ്ക്, അതുപോലെ തന്നെ റിയാദ് ബാങ്കിൽ 2 അക്കൗണ്ട്. ഞാൻ നേരത്തെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാം, ഓട്ടോമാറ്റിക്കായിട്ട് 2 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അറബ് നാഷണൽ ബാങ്കിലും അതുപോലെ തന്നെ റിയാദ് ബാങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബാങ്കിലും അക്കൗണ്ട് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. കാരണം ഈ ഒരു മെത്തേഡ് ഞാനത് അല്പം റിസ്ക്കാണ്. കാരണം നമുക്ക് ATM കാർഡൊന്നും ഉണ്ടാവില്ല. നമ്മൾ നേരിട്ട് പോയിട്ട് ബാങ്കിൽ ഈ 2 നമ്പറിൽ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാങ്കിൽ നേരിട്ട് പോകുമ്പോൾ നേരിട്ട് ബാങ്കിൽ തന്നെ സെൻഡ് ചെയ്തോടെന്ന് ചോദിക്കാറുണ്ട് ആളുകൾ. ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം. പക്ഷേ ഒരു ഓപ്ഷനും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാമെന്ന് മാത്രം. നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ക്യാഷ് ആഡ് ചെയ്യാൻ സദാത് പേയ്മെൻ്റ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ATM കാർഡ് ഉണ്ടെങ്കിൽ ആ ATM കാർഡ് ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ ഒരു എമൗണ്ട് ആഡ് ചെയ്തു, കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പണം നിങ്ങളുടെ ATM കാർഡ് വഴി ആഡ് ചെയ്യാൻ സാധിക്കും. കാർഡ് നെയിം കൊടുക്കുക, കാർഡിൻ്റെ നമ്പർ കൊടുക്കുക, എക്സ്പയറി ഡേറ്റ്, കാർഡിൻ്റെ ബാക്കിലുള്ള CVV നമ്പർ. ചില ആളുകളുടെ കാർഡിനൊന്നും CVV നമ്പർ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കാർഡ് പറ്റില്ല. തീർച്ചയായിട്ടും ബാക്കിൽ 3 അക്ക CVV കോഡില്ല കാർഡുകളാണെങ്കിൽ നമുക്ക് ആ കാർഡിൽ നിന്ന് വഴി ക്യാഷ് ആഡ് ചെയ്യാൻ സാധിക്കും. ഈ 4 മെത്തേഡ്സിലാണ് ക്യാഷ് ആഡ് ചെയ്യേണ്ടത്. പിന്നെയുള്ളത് ഒരു ടോപ്പപ്പ് കിയോസ്ക് വഴി ചെയ്യേണ്ടതാണ്. അപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സദാത്. നിങ്ങൾക്ക് സദാത് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു സദാത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ഓൺലൈൻ ബാങ്കിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ATM കാർഡിൽ യൂസ് ചെയ്തിട്ട് ടെല്ലറിന് ക്യാഷ് അടക്കാൻ സാധിക്കും. ഈ നമ്പർ നോട്ട് ചെയ്തെടുക്കുക നിങ്ങളുടെ സദാതിൻ്റെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു അക്കൗണ്ട് വന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ ആ നമ്പർ ഇവിടുന്ന് ജസ്റ്റ് കോപ്പി ചെയ്യാണ്. ഞാനിനി എൻ്റെ ബാങ്കിലോട്ട് പോയിട്ട് കുറച്ച് ക്യാഷ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാനിപ്പോൾ Stc ക്ലോസ് ചെയ്തു. ഞാൻ എൻ്റെ ബാങ്കിങ് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് സദാത് സെക്ഷനിൽ പോവുക. ഇതിൽ നിന്ന് സദാത് പേയ്മെൻറ്റ് അല്ലെങ്കിൽ സദാത് 1 ടൈം പേയ്മെൻറ്റ്. ഞാനിപ്പോൾ സദാത് പേയ്മെൻറ്റ് എടുത്താൽ നമ്മൾ നേരത്തതിൽ ഈ നമ്പർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഈ Stcയുടെ നമ്പർ ഓൾറെഡി ഇതിൽ സദാത് ബില്ലായിട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സദാത് 1 ടൈം പേയ്മെൻറ്റിൽ പോവുക.
തുടർന്ന് ഇവിടെ കാണാൻ നിങ്ങൾക്ക് നമ്പർ 1 തന്നെയാണ് STCയുടെ. അവിടെ താഴെയായിട്ട് ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമ്പർ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ നമ്പർ കൂടെ പേസ്റ്റ് ചെയ്യാം. പ്രൊസീഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ് അവിടെ ചെയ്തത്. അങ്ങനെ ഇപ്പോൾ ഒരു 3000 റിയാൽ ആഡ് ചെയ്യാണ്. അതിനുശേഷം പ്രൊസീഡ് എന്ന് കൊടുത്തു. ഓക്കെ, ആ എമൗണ്ട് ആഡ് ആയിട്ടുണ്ട്. ഇനി ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ബാങ്ക് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും STC ഒന്ന് ഓപ്പൺ ചെയ്യാം. ലോഗിൻ കൊടുത്തു. ഫിംഗർ വെച്ചിട്ട് ലോഗിൻ ചെയ്തു. ഇപ്പോൾ ക്യാഷ് ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് സമയം എടുക്കും ചിലപ്പം, ചില സമയങ്ങളിൽ. ഓക്കെ, നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, ക്യാഷ് ആഡായി. ഇൻബോക്സിൽ പോയാൽ കാണാം, നമുക്ക് ഇവിടെ കാണാം നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ക്യാഷ് ആഡായി എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്ക് ഹോം പേജിൽ വന്നാൽ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 6000 ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്, ഇപ്പോൾ 9000 ആയി ഇപ്പോൾ അവിടെ. ഓക്കെ, അപ്പോൾ എമൗണ്ട് ആഡ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്നത്. ഇനി നമ്മളെങ്ങനെ നാട്ടിലേക്ക് സെൻഡ് ചെയ്യാം. അതിന് രണ്ടാമത്തെ ഓപ്ഷന്, നേരത്തെ 4ാമത്തെ ഓപ്ഷനായിരുന്നു. ഇപ്പോൾ ഇൻ്റർനാഷണൽ റെമിറ്റൻസ് എന്നുള്ള ഓപ്ഷന് ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളിതിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആഡ് ന്യൂ യൂസർ എന്ന് കൊടുത്തിട്ട്, ന്യൂ റിസീവർ എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങളുടെ അക്കൗണ്ടോ അല്ലെങ്കിൽ നാട്ടിലുള്ള ആരുടെ അക്കൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇവിടെ നെയിം കൊടുക്കുക, റിലേഷന് എന്താണെന്ന് കൊടുക്കുക, പേഴ്സണൽ ആണെങ്കിൽ പേഴ്സണൽ, അല്ലെങ്കിൽ മറ്റുള്ള കുടുംബത്തിലെ ആരുടെയിലാണെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം കൺട്രി കൊടുക്കുക, ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അങ്ങനെ ആ പ്രൊസീജിയർ നമ്മൾ 1ാമത്തെ വീഡിയോയിൽ കാണിച്ചതാണ്. അത് കാണാത്തവർ 1ാമത്തെ വീഡിയോ ഒന്ന് കാണുക. ഞാനിപ്പോൾ ഓൾറെഡി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നമുക്കിത് പ്രൈസ് എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇന്നത്തെ റേറ്റ് എത്രയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ജസ്റ്റ് ഇവിടെ കൺട്രി സെലക്ട് ചെയ്യുന്നു, ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുന്നു. ഡെലിവറി ഓപ്ഷന് നമ്മൾ ഡയറക്റ്റ് ബാങ്ക് എന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കിവിടെ ജസ്റ്റ് ഒരു 1 ടൈപ്പ് ചെയ്താൽ തന്നെ കാണാം നമുക്ക് ഇന്നത്തെ റേറ്റ് എത്രയാണ്. 18.07 ആണ് ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ്. അതായത് ഇപ്പോൾ ഇന്ന് മറ്റുള്ള ബാങ്കിൽ ഞാൻ നോക്കുമ്പോൾ ഒരു 30 ഹലാലിൻ്റെ ഡിഫറൻസ് കാണുന്നുണ്ട്. മറ്റുള്ള ബാങ്കിലൊക്കെ 17.76 കാണുന്നുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഇതിൽ നോക്കുമ്പോൾ 18.7 ഉണ്ട്. അതിൽ 30 ഹലാലിൻ്റെ ഒക്കെ ഡിഫറൻസ് കാണുന്നുണ്ട്. അതായത് ടോപ്പ് റേറ്റ് ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ അക്കൗണ്ടോട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെൻഡ് മണി എന്ന് ക്ലിക്ക് ചെയ്യുന്നു. എത്ര ഇത് ഞാൻ നേരത്തെ ചെയ്ത എമൗണ്ട് ആയതുകൊണ്ട് ഞാൻ അതാണ് ഇവിടെ ഓൾറെഡി വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അതല്ല വേറൊരു എമൗണ്ടാണ് അയക്കുന്നത്. 9,000 കൊടുത്തു. അപ്പോൾ ഇന്ത്യൻ്റെ റേറ്റ് എത്ര, ഇന്ത്യയിൽ എത്ര ക്യാഷ് കിട്ടും എന്നൂടെ കാണാം. 18 ഇത് വെച്ചിട്ട്. അതുപോലെ തന്നെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഒരു പർപ്പസ് സെലക്ട് ചെയ്യുക, ക്യാഷ് അയക്കുന്നതിനെ കുറിച്ചുള്ള. പിന്നെ അതുപോലെ തന്നെ ഡു യു ഹാവ് എനി പ്രൊമോഷൻ കോഡ് എന്ന് ചോദിച്ചാൽ ഓൾറെഡി ഇവിടെ പ്രൊമോഷൻ കോഡ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കോഡ് യൂസ് ചെയ്യാം. നിങ്ങൾ എൻ്റെ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ചെറിയൊരു കമ്മീഷന് ഇതുവഴി വരും. എൻ്റെ കോഡ് ഇതാണ്, QRIENL എന്നാണ്. നിങ്ങൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ കോഡ് യൂസ് ചെയ്യാം. അതിനുശേഷം താഴെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കണ്ടിന്യൂ എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ അവിടെ കാണാം. അതായത് ടോട്ടൽ നമ്മുടെ ബാലൻസ് എത്ര ഉണ്ട്, അതിൽ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ്, പിന്നെ അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഫീ ഇപ്പോൾ 5 റിയാലേ വരുന്നുള്ളൂ. അതിപ്പോൾ ഒരു ഓഫറാണ്. അതുപോലെ തന്നെ ഒരു 25 ഹലാല വാറ്റ്. അതുപോലെ തന്നെ ഈ എമൗണ്ടിന് ഇന്ത്യയിൽ എത്ര ക്യാഷ് കിട്ടി, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണുക. തുടർന്ന് നമ്മൾ താഴെ വന്നിട്ട് കൺഫേം എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ പിന്നീട് കാണുന്ന മെസ്സേജ് അഗ്രി എന്ന് ക്ലിക്ക് ചെയ്തേക്കുക.
ഓക്കെ, അപ്പോൾ നമ്മൾ എമൗണ്ട് സെൻഡ് ആയിട്ടുണ്ട്. ഡൺ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എൻ്റെ റെമിറ്റൻസിൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ കാണുന്നത്. റെമിറ്റൻസ് എന്നുള്ളടത്ത് ഞാൻ അയച്ച ക്യാഷും അതിൻ്റെ ഡീറ്റെയിൽസ് കാണുന്നത്. ഇത് വളരെ പെട്ടെന്ന് നമ്മളെ ബാങ്കിലെത്തുന്നുണ്ട്. ചില സമയത്ത് ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ നിങ്ങൾ കാണും ഇവിടെ എൻ്റെ എമൗണ്ടൊക്കെ ലെസ്സായത് ഇന്ന്. മറ്റൊന്ന് ഈ ആഡ് മണി അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് സിമ്പിൾ കാണാം. അതിൽ എപ്പോഴൊന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള ഓഫർ എന്തൊക്കെയാണെന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഒരു കോഡ് മറ്റൊരാൾക്ക് റെഫർ ചെയ്താൽ അയാൾ അയക്കുന്ന ഓരോ ട്രാൻസാക്ഷനിന് നിങ്ങൾക്ക് 10 രൂപ ഏൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷന് നേരത്തെ 15 റിയാലായിരുന്നു, ഇപ്പോൾ 5 റിയാലേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് ഓഫറാണ് ഇത് രണ്ടും. അതായത് നിങ്ങൾക്ക് കാണാം അപ്പോൾ 1 മിനിറ്റായിട്ട് നമ്മൾ അയച്ചിട്ടുള്ളൂ. 1 മിനിറ്റ് ആയിട്ടുള്ളൂ എൻ്റെ ബാങ്കിൽ നിന്ന് ക്യാഷ് ക്രെഡിറ്റ് ആയി എന്നുള്ള മെസ്സേജ് വന്നു. ആ സൗണ്ടാണ് നിങ്ങൾ നേരത്തെ കേട്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ക്യാഷ് ഇതിൻ്റെ ഓഫറിനെ കുറിച്ചാണ്. ഇപ്പോൾ 5% ക്യാഷ് ബാക്ക്, STC ബിൽ പേയ്മെൻറ്റ്, നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് പെയ്ഡ് ബില്ലുണ്ടെങ്കിൽ ഈ STC പേ വഴി നിങ്ങൾ ആ ബില്ല് പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 5% ക്യാഷ് ബാക്ക് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ മൊബൈൽ ഇത് വഴി റീചാർജ് ചെയ്താൽ നിങ്ങൾക്ക് 5% ക്യാഷ് ബാക്ക് ഉണ്ട്. അതെങ്ങനെ റീചാർജ് ചെയ്യാമെന്ന് ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി അറിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ STC ബിൽസ് ആൻഡ് സവ റീചാർജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അതിൽ പോയിട്ട് മൈ സവ എന്നെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാർഡ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് റീചാർജ് ചെയ്യാം. നിങ്ങൾ ഇതിലേക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാർഡ് ഇതിൽ നിന്ന് റീചാർജ് ചെയ്താൽ ഇപ്പോൾ ഇതിന് ക്യാഷ് ബാക്ക് 5% ക്യാഷ് ബാക്ക് ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് 1 മിനിറ്റ് ആയിട്ടുള്ളൂ ഞാനിവിടെ സെൻഡ് ചെയ്തിട്ട് ഞാൻ ഈ ആപ്പ് ക്ലോസ് ചെയ്യാണ്. ഇവിടെ എൻ്റെ ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അവിടെ ഫെഡറൽ ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. ക്യാഷ് അവിടെ കിട്ടി. ജസ്റ്റ് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ ആ ക്യാഷ്. അപ്പോൾ ഞാനിപ്പോൾ അയച്ച 2 പേയ്മെൻറ്റാണ് ഇപ്പോൾ ഞാൻ അയച്ചത്. ഈ 2 പേയ്മെൻറ്റും 1 മിനിറ്റിൻ്റെ ഉള്ളിൽ. ഇത്ര ഫാസ്റ്റായിട്ട് ഒരു മണി എക്സ്ചേഞ്ചിലും ഞാൻ സെൻഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണാം അവിടെ എൻ്റെ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ STC പേൻ്റെ മണി ട്രാൻസ്ഫറിനെ കുറിച്ചിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ STC പേയെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് തീർന്നിരിക്കുന്നു. ഈ 2 വീഡിയോയോട് കൂടി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ സംശയങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്തേക്കണം. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജിലേക്ക് ചെയ്യുക. മറ്റൊരു നല്ല അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ നൗഷാദ്. Sorry.